നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥൻ S സന്ദീപും പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇവർ ഹാജരായില്ല. സൗത്ത് സ്റ്റേഷനിൽ ഇന്നലെ ഹാജരാകാനായിരുന്നു ഇവർക്ക് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രിക്കൊപ്പം ഗൺമാൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തിയതോടെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരുന്നു. ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നതിന് മറുപടി നൽകിയത് ഇപ്രകാരമാണ്: മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിയുള്ളതിനാൽ തിരക്കാണ് എന്നായിരുന്നു ഇരുവരും സ്റ്റേഷനിലേക്ക് ഇമെയിൽ അയച്ചത്. വീണ്ടും നോട്ടീസ് നൽകുമെന്ന് സൗത്ത് പോലീസ് അറിയിച്ചു. അനിൽകുമാർ ഇന്നലെ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഡിസംബർ 15-ന് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ചത്. കേസിൽ അനിൽകുമാറിനും S സന്ദീപിനും പുറമെ കണ്ടാൽ അറിയാവുന്ന മറ്റു 3 ഉദ്യോഗസ്ഥരും പ്രതികളാണ്. പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത് ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ട ശേഷമായിരുന്നു. സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുവരെയും വിട്ടയക്കുമെന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സർവീസ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ക്രൂരമർദ്ദനത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പരാതി നൽകിയത്. എന്നാൽ പോലീസ് നടപടിയെടുത്തില്ല. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സ്വാഭാവിക നടപടി എന്നായിരുന്നു പോലീസ് ഉന്നയിച്ച വാദം. തുടർന്ന് ഇവരുടെ പരാതിയിൽ ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ട ശേഷമായിരുന്നു പോലീസ് കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അജയ് ജുവൽ, KSU ജില്ലാ പ്രസിഡന്റ് എഡി തോമസ് എന്നിവരാണ് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ, സെക്യൂരിറ്റി ഓഫീസർ സന്ദീപ് എന്നിവർക്കെതിരെ IPC 294B, 326, 324 പ്രകാരം കേസെടുക്കണമെന്നായിരുന്നു ഹർജി. തോമസിന്റെ തല പൊട്ടുകയും അജയ് ജുവലിന്റെ കൈ ഒടിയുകയും ചെയ്തു. സൗത്ത് പോലീസിൽ ഇരുവരും പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ റിപ്പോർട്ട് തേടിയപ്പോൾ ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിലായിരുന്നു ലാത്തിയടിയെന്നായിരുന്നു സൗത്ത് പോലീസ് മറുപടി. നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് മർദ്ദനമെത്ത യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സംഭവം നടന്ന ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പരാതിക്കാരെ എത്തിച്ചാണ് പോലീസ് മഹസർ രേഖപ്പെടുത്തിയത്. സാധാരണ പോലീസ് ലാത്തിയേക്കാൾ നീളമുള്ള വടി ഉപയോഗിച്ച് തലയ്ക്ക് നേരെയാണ് അടിച്ചതെന്ന് അജയും തോമസും മൊഴി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.